അല്ലെ? ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ് നമ്മൾ. ജ്ഞാനകർമ്മ സന്യാസയോഗം, അതാണെന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. ജ്ഞാനകർമ്മ സന്യാസയോഗം. എന്താണ് ജ്ഞാനകർമ്മ സന്യാസയോഗം? കർമ്മം സന്യസിക്കുന്നതിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ കർമ്മം ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ തയ്യാറായല്ലോ, ഞാൻ എൻ്റെ എല്ലാം ത്യജിക്കാം, കർമ്മങ്ങളൊക്കെ ത്യജിക്കാനാണ് അർജുനൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോ കർമ്മം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പുറമേക്ക് നമ്മൾ കർമ്മം ത്യജിച്ചുകൊണ്ട് മാത്രം സന്യാസമാവില്ല എന്നാണ്. അല്ലെ? പുറമേക്ക് ത്യജിക്കാൻ എളുപ്പമാണ്, അല്ലെ? ഒന്നും ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ അത് സന്യാസമല്ല, അതുകൊണ്ട് സന്യാസമാവില്ല എന്നാണ്. പക്ഷെ പിന്നെ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മം അനുഷ്ഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണോ കർമ്മം ചെയ്യാനുള്ളത്, അപ്പൊ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിനെ അതിൽ സംഘമില്ലാതിരിക്കുക, അല്ലെ? അതിനോട് അറ്റാച്ച്ഡ് അല്ലാതിരിക്കുക. ആ കർമ്മത്തിനോടും കർമ്മഫലത്തിനോടും സംഘമില്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ മനസ്സിന് ആ ഒരു സമനില, അല്ലെ? അത് പരിശീലിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ക്രമത്തിൽ ജ്ഞാനനിഷ്ഠ സാധ്യമാവും, അല്ലെ? ജ്ഞാനത്തിൽ ഒരു നിഷ്ഠ വരും അദ്ദേഹത്തിന്. അത് വന്നു കഴിഞ്ഞാൽ, ആ ജ്ഞാനത്തിൽ ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് എപ്പോഴും കർമ്മം ചെയ്താലും ആ കർമ്മം ഒരു ബന്ധനത്തിന് കാരണമാവില്ല എന്നാണ്. കർമ്മം അദ്ദേഹത്തിനെ ബന്ധിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ അല്ലാതെ പുറമേക്ക് കർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോ കർമ്മം അനുഷ്ഠിക്കണം, പക്ഷെ അതോടുകൂടി തന്നെ മനസ്സിന്റെ സമനില പരിശീലിക്കണം ഏതവസ്ഥയിലും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ളില് ആ ആത്മനിഷ്ഠ സാധിക്കും. അപ്പൊ എങ്ങനെ സമനില പരിശീലിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സംഘവിമുക്തമാക്കണം മനസ്സിനെ. അതിനോട് കർമ്മങ്ങളോടും കർമ്മഫലത്തോടും അറ്റാച്ച്ഡ് അല്ലാതിരിക്കണം. ആ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ മനസ്സ് സമനിലയിൽ വന്നു കഴിഞ്ഞാൽ ക്രമത്തില് അദ്ദേഹത്തിന് ജ്ഞാനനിഷ്ഠനാവാനായിട്ട് സാധിക്കും, ആത്മനിഷ്ഠനാവാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരവസ്ഥയിൽ കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതൊന്നും ബന്ധനത്തിന് കാരണമാവില്ല എന്നാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ അധ്യായത്തിൽ വിശദീകരിച്ചത്. ഇതിനെക്കുറിച്ചുള്ള കർമ്മയോഗത്തിന്റെ രഹസ്യമാണ്, അതാണ് കഴിഞ്ഞ അധ്യായത്തിൽ വിശദീകരിച്ചത്. അപ്പോ ഭഗവാൻ പറയുന്നത് ഇതാണ്, ഈ അധ്യായത്തിൽ പറയുന്നതാണ്, തുടക്കത്തിലേ പറയുന്നതാണ്. ജ്ഞാനം നേടിയിട്ട്, ജ്ഞാനം നേടിയിട്ട് ഉള്ളുകൊണ്ടുള്ള കർമ്മസന്യാസം, അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അപ്പൊ ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ ആന്തരികമായിട്ടുള്ള കർമ്മസന്യാസം, അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. പുറമേക്കല്ല, ബാഹ്യമായിട്ടുള്ള കർമ്മസന്യാസം കൊണ്ടല്ല കാര്യം, ഉള്ളുകൊണ്ടാണ് സന്യാസിക്കുന്നത്. പുറമേക്ക് കർമ്മം ചെയ്താലും ഉള്ളുകൊണ്ട് കർമ്മം ത്യജിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ബന്ധനത്തിന് കാരണമാവില്ല. അപ്പൊ ഈ ഒരു ജ്ഞാനം, ഈ ഒരു കാര്യം, ജ്ഞാനം നേടിക്കൊണ്ട് ജ്ഞാനത്തിലൂടെ ഉള്ളുകൊണ്ട് കർമ്മത്തെ ത്യജിക്കുക, ഈ ഒരു ജ്ഞാനം ലോകം തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാൻ പല വിശിഷ്ട വ്യക്തികൾക്കും ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഭഗവാൻ കൃഷ്ണൻ. പറയാണ് അർജുനോട് പറയാണ്, ലോകം തുടങ്ങിയ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ, ലോകം തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ പല മഹാത്മാക്കൾക്കും ഇത് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവര് ആ മഹത് വ്യക്തികൾ അതൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതാണ് ഇനി തുടക്കത്തിൽ തന്നെ പറയാൻ പോകുന്നതാണ്. ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തില് ആദ്യം തന്നെ ഭഗവാൻ പറയാൻ പോകുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം, ഭഗവാൻ ശ്രീ ഭഗവാൻ വാച തുടങ്ങിയുള്ള ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരേക്ഷാ കവേ ബ്രവീത്. അതാണ് ഭഗവാൻ പറയുന്നത്. ആദ്യം തന്നെ ഈ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നത്, ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ പറയാണ്. എന്താണ് പറയുന്നത്? ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. എന്താണ് ഈ ഒരു യോഗം? ഇതിനെക്കുറിച്ച്, ഈ യോഗ നിയമം അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനം, ഇതൊരിക്കലും തെറ്റുവരാൻ സാധ്യതയില്ല എന്ന് പറയാണ്. ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ഈ ഒരു ജ്ഞാനം, അതിനൊരിക്കലും
പിഴവ് വരില്ല. അപ്പൊ ഈ ഒരു യോഗ നിയമം ഞാൻ ലോകം തുടങ്ങുന്ന സമയത്ത്, ലോകത്തിന്റെ ആരംഭകാലത്തിൽ തുടക്കത്തിൽ തന്നെ ഞാൻ ആർക്ക് ഉപദേശിച്ചു? വിവസ്വാൻ ഉപദേശിച്ചു, സൂര്യൻ ഉപദേശിച്ചു എന്ന് പറയാം. ഞാനിത് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തില്. പിന്നെയോ സൂര്യൻ ആ ജ്ഞാനം തന്റെ പുത്രനായ മനുവിന് ഉപദേശിച്ചു എന്ന് പറയാണ്. പിന്നെയോ മനു തന്റെ പുത്രനായ ഇക്ഷ്വാകുവിനും ഈ ജ്ഞാനം ഉപദേശിച്ചു. അപ്പൊ വിവസ്വാനാണ് ആദ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഈ ജ്ഞാനം. അപ്പൊ വിവസ്വാനാണ് പിന്നെ തന്റെ പുത്രനായ മനുവിനെ ഉപദേശിച്ചത്. മനു തന്റെ പുത്രനായ ഇക്ഷ്വാകുവിനും ഈ ജ്ഞാനം ഉപദേശിച്ചു എന്ന് പറയാം. അപ്പോ ബ്രഹ്മാവാണ് സൃഷ്ടിയെല്ലാം നടത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് മരീചി. ആ മരീചിയുടെ മകനാണ് കശ്യപൻ. അപ്പൊ മരീചിയുടെ പുത്രൻ കശ്യപൻ. അപ്പൊ കശ്യപന് അതിഥിയിൽ ജനിച്ച പുത്രനാണ് ആദിത്യൻ അല്ലെങ്കിൽ വിവസ്വാൻ. അതിഥി എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ പുത്രിയാണ് അതിഥി. അപ്പൊ കശ്യപന് ദക്ഷന്റെ പുത്രിയില് അതിഥിയിൽ ജനിച്ച പുത്രനാണ് ആദിത്യൻ, വിവസ്വാൻ എന്ന് പറയും. അപ്പൊ ഈ വിവസ്വാന്റെ പുത്രനാണ് ഈ മനുഷ്യവംശത്തിന് മുഴുവൻ പിതാമഹനായ മനു. അപ്പൊ മനുവിൽ നിന്നാണ് മനുഷ്യരൊക്കെ ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ മനുവിന്റെ പേര് ശരിക്കുള്ള പേര് ശ്രാദ്ധദേവൻ എന്നാണ്. അപ്പൊ ശ്രാദ്ധദേവ മനുവിന് ശ്രദ്ധാദേവിയിൽ ജനിച്ച പുത്രനാണ് സൂര്യവംശത്തിലെ ആദ്യത്തെ പുരുഷനായ ഇക്ഷ്വാകു. സൂര്യവംശത്തിലെ ആദ്യത്തെ പുരുഷനാണ് ഇക്ഷ്വാകു. അപ്പൊ മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയും. അപ്പൊ ഈ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഈ ഒരു കർമ്മയോഗം ഒട്ടും തെറ്റുവരുത്താതെ അല്ലെ അതേപോലെ അനുഷ്ഠിക്കുന്ന ദേവനാണ് ആദിത്യൻ, സൂര്യൻ. അതേപോലെയാണ്, ശരിയല്ലേ? സൂര്യൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല, ശരിയല്ല? ആദിത്യൻ ലോകത്തിന് ചൂടും വെളിച്ചവും പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുക. തന്റെ സ്വധർമ്മമാണ് ലോകത്തിന് ചൂടും പ്രകാശവും പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കർമ്മയോഗം അനുസരിച്ച് തന്നെയാണ് ആ സ്വധർമ്മം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, ശരിയല്ല? ഇപ്പോഴും അത് സൂര്യന്റെ ജോലി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന. നമ്മള് വേനൽക്കാലത്ത് നമ്മൾ സൂര്യനെ ചീത്ത വിളിച്ചാലും അതൊന്നും ഒരു വിഷയമല്ല മൂപ്പർക്ക്, ശരിയല്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ വേനൽക്കാലത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മൾ ചീത്ത വിളിക്കായിരുന്നു. എന്തൊരു ചൂടാണ് പറഞ്ഞിട്ട് ചീത്ത വിളിക്കായിരുന്നു. മൂപ്പര് അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഇനി ചൂടൊന്നും ഇല്ലെങ്കിലോ അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും അപ്പോഴും അദ്ദേഹം ഒരു മറുപടിയും പറയില്ല. തന്റെ സ്വധർമ്മത്തില് അത് അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് സൂര്യൻ. അപ്പൊ അദ്ദേഹത്തിനാണ് ആദ്യം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു ഈ കർമ്മയോഗത്തിന്റെ രഹസ്യം. സൂര്യൻ അത് ഇന്നും ഒട്ടും തെറ്റാതെ, അണുവിട അതിൽ നിന്ന് വ്യതിചലിക്കാതെ തെറ്റാതെ ഇന്നും പാലിച്ചുകൊണ്ടാണ് തന്റെ സ്വധർമ്മം നിർവഹിക്കുന്നത് സൂര്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആദിത്യനിൽ നിന്ന് പരമ്പരയായിട്ട് ആദ്യം മനുവിന് കിട്ടി. പിന്നെ മനുവിൽ നിന്ന് ഇക്ഷ്വാകുവിന് ഈ ഒരു കർമ്മയോഗത്തിന്റെ ആ ഒരു സിദ്ധാന്തം പകർന്നു കിട്ടി. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഈ കർമ്മയോഗം അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണ് അവര് സത്യം എന്താണെന്ന് കണ്ടെത്തിയത്. അവർക്ക് സത്യസാക്ഷാത്കാരം അവർ നേടിയത് ഈ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണ്. ഭഗവാൻ ഉപദേശിച്ച ഈ കർമ്മ നിയമം അനുസരിച്ചുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോ മനുവും ഇക്ഷ്വാകുവും മാത്രമല്ല, അതേപോലെ അനേകം മറ്റ് രാജർഷിമാരും ഒക്കെ ഈ കർമ്മയോഗം പരിശീലിച്ച് അവരുടെ ജീവിതം സാർത്ഥകമായിട്ട് ധന്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കാലം കൊണ്ട് ഈ ഒരു മാർഗം കർമ്മയോഗം ഭഗവാൻ പകർന്നു നൽകിയ ഈ ഒരു ജ്ഞാനം അത് മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. കുറെയൊക്കെ നഷ്ടമായി. അപ്പൊ അത് ഒരിക്കൽ കൂടി അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഭഗവാൻ ഇപ്പൊ അർജുനൻ ഉപദേശിക്കുന്നത് എന്നാണ് അർജുനനോട് പറയുന്നത്, അല്ലെ? അർജുനോട് പറയുന്നത്, എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ജ്ഞാനം നിനക്ക് ഞാനിതാ വീണ്ടും ഉപദേശിച്ചിരിക്കുകയാണ് എന്ന് പറയണം. രണ്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അതാണ് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ, അൺമ്യൂട്ട് ചെയ്തു. ഏവം പരമ്പരാ പ്രാപ്തം യമം രാജർഷയോ വിദുഃ സകാലേനേക മഹതാം യോഗോ നഷ്ടപരന്തപ. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തവ. അർജുനോട് പറയുകയാണ്, അല്ലയോ അർജുന, അപ്പൊ ഇങ്ങനെ പരമ്പരയായിട്ട്
കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മയോഗം പല രാജർഷിമാരും ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ കർമ്മയോഗ രഹസ്യം, ആ കർമ്മയോഗം കാലം കുറെ കഴിഞ്ഞതോടുകൂടി, കുറെ കാലം കഴിഞ്ഞപ്പോ അത് അതിന് മങ്ങലേറ്റു എന്ന് പറയുകയാണ്. അത് ലോകത്തിൽ അത് മങ്ങിപ്പോയിരിക്കുന്നു. യോഗോ നഷ്ടഃ എന്ന്. അപ്പൊ മനുവംശത്തിൽ കുറെ രാജാക്കന്മാരുണ്ട് അല്ലെ? അവര് ജനകനൊക്കെ മനുവംശത്തിലാണ്. നിമി, ജനകൻ, പ്രിയവ്രതൻ, നഭി, അങ്ങനെ ഋഷഭൻ, കുറെ രാജാക്കന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ്, അവര് ധീരമായി സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് കർമ്മയോഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയത്. അവരൊക്കെ നേടിയത്, ആ രാജർഷിമാരൊക്കെ നേടിയത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ആത്മസാക്ഷാത്കാരം നേടിയത് കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ കർമ്മയോഗം തെറ്റിദ്ധരിക്കപ്പെട്ടു കാലം ചെല്ലും തോറും. എന്നിട്ട് അത് കാലം കുറെ കഴിഞ്ഞപ്പോഴേക്കും അതിന് മങ്ങിപ്പോ. അത് സ്വാഭാവികമാണല്ലോ എന്ന് പറയുകയാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും. ഏതൊരു നോളജും അങ്ങനെയാണ്. കുറെ കാലം കഴിയുമ്പോൾ അതിനൊരു മങ്ങലേൽക്കും. അപ്പൊ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ അതിലൂടെ പലരും മനസ്സിലാക്കിയത് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ ജ്ഞാനം നേടാൻ സാധിക്കില്ല എന്ന് എങ്ങനെയോ ഒരു ധാരണ ആളുകളുടെ ഉള്ളിൽ കിടന്നുകൂടി എന്നാണ് പറയുന്നത്. അല്ലെ? നമ്മൾ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ കുടുംബജീവിതമായിട്ട് നയിക്കുന്നവർക്ക് ഇതൊന്നും പറ്റില്ല. നമ്മളുടെ ഉള്ളിലും അങ്ങനെ ഒരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട് അല്ലെ? ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ പറഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ, അല്ലെങ്കിൽ മോക്ഷം വേണമെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകണം. അപ്പൊ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉപേക്ഷിച്ച് അല്ല, ഹിമാലയത്തിൽ പോകണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം, ഗുഹയ്ക്കുള്ളിൽ താമസിക്കണം, തപസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഗൃഹസ്ഥന്മാർക്ക്, കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഇതൊന്നും സാധിക്കില്ല, ആത്മസാക്ഷാത്കാരം പറ്റില്ല എന്ന് ഒരു ധാരണ ഇടക്കാലത്ത് ആളുകൾക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് പക്വത വരാഞ്ഞിട്ടും യോഗ്യത ഇല്ലാത്തവർ പോലും സന്യാസത്തിലേക്ക് കടന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് സമൂഹത്തിന് ഒരു പതനം സംഭവിച്ചത് എന്ന് പറയുകയാണ്. സന്യസിക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം. നേരത്തെ പറഞ്ഞു അർജുനന് സന്യസിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു. കാരണം അർജുനന് ജ്ഞാനമാർഗമല്ല വേണ്ടത്, അർജുനന് കർമ്മയോഗ മാർഗമാണ് അർജുനന് യോജിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസത്തിലേക്ക് കടക്കാൻ യോഗ്യത വേണം. യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ള കർമ്മവാസനകളൊക്കെ ഇല്ലാതെയാവണം. അങ്ങനെയുള്ളവർക്ക് സന്യാസം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഗൃഹസ്ഥന്മാർക്ക് ഇത് കിട്ടില്ല, ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ പടർന്നപ്പോ പലരും എന്ത് ചെയ്തു? അവര് വീണ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് സന്യാസികളായി മാറി. പക്ഷെ അവർക്ക് അതിനുള്ള യോഗ്യത ഇല്ല യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് സന്യസിക്കാനുള്ള പക്വത വന്നിട്ടില്ല, മെച്യൂരിറ്റി ആയിട്ടില്ല. അതിലൂടെ കർമ്മം ചെയ്യേണ്ടവർക്ക് അവർ ചെയ്യാതെ മിണ്ടാതിരുന്നു. അത് സമൂഹത്തിന്റെ പുരോഗതിയെ ബാധിച്ചു എന്ന് പറയണം. അപ്പോ ശരിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലേ, ഇത് ഉപനിഷത്തിന്റെ കാലഘട്ടത്തിലായാലും പുരാണങ്ങളുടെ കാലഘട്ടത്തിലായാലും ഒക്കെ അങ്ങേയറ്റം ഈ സത്യം എന്താണെന്നുള്ള സത്യാന്വേഷണം നടത്തിയിട്ടുള്ളവര്, സത്യാന്വേഷണം നടത്തി ആ സത്യം കണ്ടെത്തിയതില് ഭൂരിഭാഗം ആളുകളും ഗൃഹസ്ഥരായിരുന്നു എന്നാണ് പറയുന്നത്. ഗൃഹസ്ഥരായ ആളുകളാണ് ശരിക്കും ഇത് സത്യം അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലെ? യാജ്ഞവൽക്യനെ പറയണ്ട, ഉപനിഷത്തില് യാജ്ഞവൽക്യനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം 2 കല്യാണം കഴിച്ച ആളാണ്. 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. 2 കല്യാണം കഴിച്ച് അദ്ദേഹം ലൗകിക ജീവിതം ജയിച്ച മഹാഗൃഹസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആ കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ആത്മാനുഭവം നേടാൻ സാധിച്ചു അദ്ദേഹത്തിന്. അങ്ങനെ അവസാനം അദ്ദേഹം സന്യാസം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ രാമായണത്തിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പല പ്രസിദ്ധരായ മുനിമാര് പലരും അവർ വലിയ കുടുംബങ്ങളിലെ അധിപന്മാരായിരുന്നു. അവരുടെ മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ നാഥന്മാരായിരുന്നു, അധിപന്മാരായിരുന്നു അവര് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേട്ടല്ലോ എല്ലാവരും, കുടുംബസ്ഥരായ ആളുകൾക്കും ഇതിന് യോഗ്യതയുണ്ട്, ഇത് സാധിക്കും, ജ്ഞാനം നേടാനായിട്ട് സാധിക്കും. ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്ങനെ വേണം? കർമ്മയോഗ ആ രീതിയിൽ വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതെങ്ങനെയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നു അല്ലെ? ഫലത്തിൽ ചെയ്യേണ്ട കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, ഫലത്തിൽ ഇച്ഛ വെക്കാതെ, ഫലത്തിനോട് സംഘമില്ലാതെ. എന്റെ ലക്ഷ്യം സത്യം എന്താണെന്നുള്ള ബോധം ഉൾക്കൊള്ളുക. എന്റെ ലക്ഷ്യം എന്താണ്? ആ സത്യത്തെ സാക്ഷാത്കരിക്കലാണ് എന്റെ ലക്ഷ്യം എന്ന് ഉള്ളിൽ ഉറപ്പിക്കുക. എന്നിട്ടോ ഫലത്തിനോട് ഒരു സംഘവുമില്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അതാണ് കർമ്മയോഗം. അപ്പൊ അത് അനുഷ്ഠിക്കുമ്പോ
ഗൃഹസ്ഥന്മാർക്കും ഇത് നേടാൻ സാധിക്കും, ഈ ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് പറയുന്നത് അല്ലെ. ധാരാളം ആളുകൾ കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ അവർക്ക് മോക്ഷം സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാ അധികം പറയേണ്ട കാര്യം എന്താ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അവര് തന്നെ കുടുംബമുള്ള ആൾക്കാരാണ്, മൂന്നാളും. ശരിയല്ലേ? ബ്രഹ്മാവിനും ഫാമിലി ഉണ്ട്, വിഷ്ണുവിനും ഉണ്ട്, പരമേശ്വരനും ഉണ്ട്, ശിവനും ഉണ്ട്. അവരൊക്കെ മഹാഗൃഹസ്ഥന്മാരാണ്. അപ്പോ ഗൃഹസ്ഥനായാലും ഏത് ഗൃഹസ്ഥനായാലും കർമ്മയോഗത്തിലൂടെ ഈ സത്യാനുഭവം വളരെ എളുപ്പമാണ്, സുഗമമാണ് എന്നാണ് പറയുന്നത്. അപ്പോ കലാകാലങ്ങളായിട്ട് ആ ഒരു അതിനെതിരായിട്ട് നടക്കുന്ന പ്രചരണങ്ങള് അതിനെ സൂചിപ്പിക്കാനാണ് യോഗോ നഷ്ട എന്ന് ഭഗവാൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കർമ്മയോഗത്തിന് കുറെ ആളുകളുടെ തെറ്റിദ്ധാരണ കാരണം കുറെ മങ്ങലൊക്കെ ഏറ്റു. പിന്നെ മാത്രമല്ല പക്വതയില്ലാതെ പുറമേക്ക് സന്യാസം സ്വീകരിച്ചു പലര്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അധർമ്മം വളരും. അതൊക്കെ അധർമ്മമാണ്. അപ്പൊ ഈ അധർമ്മം വളരുമ്പോഴാണ് ഞാൻ അവതരിക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ അടുത്ത് സൂചിപ്പിക്കാൻ പോകുന്നത്. ധർമ്മമാർഗത്തിന് ച്യുതി സംഭവിക്കുന്നു, അധർമ്മം വളരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ ധാർമ്മികമായിട്ടുള്ള അവരുടെ ധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മം അനുഷ്ഠിക്കുന്നില്ല. ആളുകൾ പരധർമ്മമാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? സമൂഹത്തിന് പതനമാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അധർമ്മം വളരുന്ന സമയത്ത് ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഞാൻ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ യോഗം അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനാണ് ഞാനിത് അർജുനന് ഉപദേശിക്കുന്ന. മുനിമാർക്കും ഫാമിലി ഉണ്ട്, അതാണ് ഇതിൽ പറഞ്ഞത്. മുനിമാർക്കും ഫാമിലി ഉണ്ട്. അപ്പൊ ആ നഷ്ടപ്പെട്ടിട്ടുള്ള യോഗം പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ അർജുനനെ ഉപദേശിക്കുന്നത് എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് അതാണ് ഭഗവാൻ പറയുന്നത്. 3-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. സയേവായമയേതേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഗാചേതി രഹസ്യം ഹേതദുത്തമം. 3-ാമത്തെ പദ്യം, 3-ാമത്തെ ശ്ലോകം. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. ഭഗവാൻ പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അർജുന നിനക്കത് ഉപദേശിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്റെ ഭക്തനാണ്, എന്റെ സഖാവാണ്, എന്റെ കൂട്ടുകാരനാണ്. അപ്പോ ആയതുകൊണ്ട് നീ എന്റെ കൂട്ടുകാരനായതുകൊണ്ട്, നീ എന്റെ ഭക്തനുമാണ്, എന്റെ കൂട്ടുകാരനും ആയതുകൊണ്ട് മുമ്പേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള വെളിപ്പെടുത്തിയിട്ടുള്ള ഈ യോഗം അത് തന്നെ ഞാനിപ്പോ എന്നാൽ നിനക്ക് ഉപദേശിക്കപ്പെട്ടു എന്ന് പറയണം. നിനക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ യോഗം അങ്ങേയറ്റം ഉത്തമമായ ഒരു രഹസ്യമാണ്, ഒരു ജീവിത രഹസ്യമാണ് എന്ന് ഭഗവാൻ പറയാണ്. ഭക്തോസിമേ സഖാച്ച. അപ്പോ ആർക്കാണ് ഈ യോഗ രഹസ്യം ആർക്കാണ് മനസ്സിലാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ കാണാൻ ആഗ്രഹമുള്ളവര്. എങ്ങനെയുള്ള ഈശ്വരൻ? ആത്മാവായി വർത്തിക്കുന്ന എന്നാണ് പറയുന്നത്. ആത്മാവായിരിക്കുന്ന ഈശ്വരനെ കാണാൻ ആഗ്രഹമുണ്ടാവുക, ഭഗവാനെ തന്നെ ജീവിതത്തിൽ എപ്പോഴും കൂട്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാണ് ഈ യോഗ രഹസ്യം പൂർണ്ണമായിട്ടും മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് ഭഗവാൻ. നേരെ കുറിച്ച് എന്താണ് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഈശ്വരനെ മറന്ന് ലൗകിക തലത്തില് ഉള്ള ഐശ്വര്യങ്ങൾ, ഭോഗ ഐശ്വര്യം, അതില് പ്രാധാന്യം, അതില് മുഴുകി ജീവിക്കുന്നവർക്ക് ഈ യോഗബുദ്ധി സാധിക്കില്ല എന്നാണ്. അവർക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ലൗകിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്ന് ഭഗവാൻ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അർജുനന് അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ ഭഗവാൻ ഇത് പറഞ്ഞപ്പോ ഞാന് പണ്ടേ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദിവസ്വാന് ഞാൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അർജുനൻ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ മഹാത്മ്യം എന്താണ്, ഭഗവാന്റെ മഹത്വം എന്താണെന്ന് അർജുനന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വേണ്ട രീതിയിൽ അർജുനൻ അത് മനസ്സിലാക്കിയിട്ടില്ല. കൃഷ്ണൻ ആരാണെന്നുള്ളത് ശരിക്കും അർജുനന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അർജുനന് സംശയം വന്നു. അർജുനൻ എന്താണ് സംശയം വന്നത്? ഈ അടുത്ത കാലത്ത് വസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചതാണ് കൃഷ്ണൻ അല്ല. കൃഷ്ണൻ ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ജനിച്ചിട്ടുള്ള ഈ കൃഷ്ണൻ ലോകത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തില് തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് ഈ ജ്ഞാനം വിവസ്വാൻ ഉപദേശിക്കുക എന്നൊരു സംശയമാണ് അർജുനൻ ഉണ്ടായത്. അപ്പൊ ആ സംശയം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണ്.
അടുത്ത ശ്ലോകം 4-ാമത്തെ ശ്ലോകത്തില് അതാണ്. ചൊല്ലിക്കൊള്ളൂ 4-ാമത്തെ ശ്ലോകം. അർജുന ഉവാച പരം വദോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അപ്പൊ അർജുനൻ സംശയം ചോദിക്കുകയാണ് ഇവിടെ. എന്താണ്? അർജുന ഉവാച. അർജുനൻ പറയാണ്, അർജുനൻ ചോദിച്ചു, അർജുനൻ സംശയം ചോദിക്കുന്നു. എന്താണ് സംശയം ചോദിക്കുന്നത്? അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ്വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. പറയാണ് ഭവത ജന്മ, അങ്ങയുടെ ജന്മം അല്ലെ, അങ്ങയുടെ ജനനം എന്ന് പറയുന്നത് അപരം ഈ അടുത്ത കാലത്ത് ഉണ്ടായതല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങയുടെ ജനനം ഈ അടുത്ത കാലത്താണല്ലോ ഉണ്ടായത്. പക്ഷെ സൂര്യൻ ഉണ്ടായിരിക്കുന്ന, സൂര്യന്റെ ജന്മം പറഞ്ഞാൽ ലോകത്തിന്റെ തുടക്കം, ലോകം ആരംഭിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് സൂര്യൻ. അപ്പൊ ഇപ്പൊ ജനിച്ചിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് ലോകാരംഭത്തിൽ തന്നെ ഉള്ള ഈ സൂര്യന് ഈ യോഗം ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് അല്ലെ. അർജുനന് അത് മനസ്സിലായില്ല. ഭഗവാൻ ആരാണെന്നുള്ള, കൃഷ്ണൻ ആരാണെന്നുള്ള അർജുനന് മനസ്സിലായിട്ടില്ല. അപ്പോ ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഞാൻ ലോകാരംഭത്തിൽ, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ വിവസ്വാൻ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? കാരണം ഇതാണ്, ഭഗവാൻ അറിയാം അർജുനൻ തന്നെ വെറും ഒരു കൂട്ടുകാരനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ വെറും ഒരു കൂട്ടുകാരനായിട്ട് കണക്കാക്കി ഇരിക്കുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കില്ല അർജുനൻ. അപ്പൊ അർജുനനെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഞാൻ സാധാരണക്കാരനല്ല, നീ ഉദ്ദേശിക്കുന്ന മാതിരി വെറും ഒരു കൂട്ടുകാരൻ മാത്രമല്ല ഞാന് എന്ന് അർജുനനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോ തന്നെ വെറും ഒരു കൃഷ്ണനെ വെറും ഒരു കൂട്ടുകാരനായിട്ട് കരുതിയിരുന്ന അർജുനന് തനിക്കെല്ലാം അറിയാം, താൻ സർവജ്ഞനാണ്, സർവേശ്വരനാണ്, അത് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അർജുനന്. അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് ഭഗവാൻ പറഞ്ഞത്, ഇത് ഞാൻ സൂര്യന് പണ്ടേ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വിവസ്വാന് ഞാനത് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താണ്? തന്റെ യാഥാർത്ഥ്യം അല്ലെ, താൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചന കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. 5-ാമത്തെ ശ്ലോകം, അതും കൂടി നമ്മൾക്ക് നോക്കാം. 5-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്വ പരന്തപ. അർജുനന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറയുന്നു, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. അർജുനോട് പറയണം, അല്ലയോ അർജുന, മേ തവച എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും ബഹൂനി ജന്മാനി വിദീതാനി എന്നാണ്. അല്ലയോ അർജുന, എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കണോ എന്ന് പറയണം അർജുനോട്. പക്ഷേ എന്റെയും നിന്റെയും ആ ജന്മങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് അറിവുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. പരന്തപ, പരാക്രമിയായ അല്ലയോ അർജുന, നിനക്കതൊന്നും അറിയണില്ല എന്ന് പറയണം. അല്ലെ, നമ്മൾ തമ്മിൽ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ അതെല്ലാം അറിയുന്നു, എനിക്കതെല്ലാം അറിയാം, പക്ഷെ നിനക്കതൊന്നും അറിയില്ല എന്ന്. അഹം വേദ എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് സൂചന ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒന്നും തന്നെ പുതുതായിട്ട് ഉണ്ടാവുന്നില്ല എന്നൊരു സൂചനയാണ് ഇതിലൂടെ തരുന്നത് അല്ലെ. പുതുതായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതൊന്നും പുതിയതായിട്ട് ഉണ്ടാവണില്ല എന്നാണ്. അതേപോലെ തന്നെ ഉള്ളതൊന്നും ഒരിക്കലും നശിച്ചു പോകണില്ല, ഇവിടെ ഉള്ളത് എപ്പോഴും ഉള്ളതാണ് എന്നാണ്. പക്ഷെ പിന്നെന്താണ്, ഇപ്പൊ ചിലതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ കാണില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള വസ്തു ഉണ്ട്, ആ വസ്തു അങ്ങനെ തന്നെ സ്ഥിരമായി നിൽക്കുന്നു. പക്ഷെ ആ ഉള്ളതിൽ, ആ വസ്തുവില് നാമരൂപങ്ങൾ മാറി മാറി ഇങ്ങനെ വരണം പോഴും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ ഈ നാമരൂപങ്ങൾ ഓരോന്നും ഉണ്ടായി മറയുന്നു. അതാണ് ജനിക്കുക മരിക്കുക എന്നൊക്കെ പറയുന്നതാണ് വ്യവഹാരത്തിൽ നമ്മൾ പറയുന്നതാണ്. ജനനം എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു രൂപം ഉണ്ടാവുന്നു. മരണം എന്ന് പറഞ്ഞാൽ ആ രൂപം ഇല്ലാതാവുന്നു. പക്ഷെ എന്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്? ഒരേ വസ്തുവിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഒരേ വസ്തു തന്നെയാണ് നാമരൂപങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും പുതുതായിട്ട് ഉണ്ടാവണില്ല എന്നാണ് പറയുന്നത്. ഒരേ സാധനം തന്നെ രൂപം മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റീസൈക്ലിംഗ് എന്നൊക്കെ പറയില്ലേ, അത് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ ജനനം മരണം എന്ന് പറയുന്നത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഏതെങ്കിലും രൂപത്തില് ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മുൻപ് അല്ലെങ്കിൽ ഇന്നലെ വേറൊരു രൂപത്തിൽ ഉണ്ടായിരുന്നതാണ് ഇന്ന് പിന്നൊരു രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതേ സാധനം ഇന്നൊരു രൂപത്തിലുള്ള ഇതേ സാധനം തന്നെ നാളെ വേറെ എന്തെങ്കിലും ഒരു രൂപത്തില് ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് ഇവിടെ നിലനിൽക്കും, ഉണ്ടാവാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അല്ലെ? അപ്പൊ ഇന്ന് ഇപ്പൊ ഒരാള് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ ശരീരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലാതാവാൻ വഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലോ, മരിച്ച ശേഷം എന്താ ഉണ്ടാവുക? വേറെ ഏതെങ്കിലും രൂപത്തിൽ അത് അവശേഷിക്കുകയും ചെയ്യും. ഒരിക്കലും ഉണ്ടാവാതിരിക്കില്ല എന്നാണ് പറയുന്നത്. ഉള്ളതൊരിക്കലും ഉണ്ടാവാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ എന്താണ് മുജ്ജന്മം അല്ലെങ്കിൽ പുനർജന്മം എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒന്നും പുതുതായിട്ട് ഒന്നുമുണ്ട്. ഉള്ള ഒരു വസ്തു തന്നെ രൂപം മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രൂപങ്ങളാണ് മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു രൂപം മാറുന്നത്, പോകുന്നത്, മരണം, അത് തന്നെ പുതിയൊരു രൂപമായി വരുന്നത്, ജനനം, ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ ഒരു സത്യം അറിഞ്ഞ ജ്ഞാനികളെ സംബന്ധിച്ച്, പരമാർത്ഥ തത്വം എന്താണെന്ന് സാക്ഷാത്കരിച്ച ജ്ഞാനികളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അവരുടെ ധ്യാനത്തില് ഏതൊരാളെ കുറിച്ചും ഏതൊരാളുടെയും കഴിഞ്ഞ ജന്മങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല എന്നാണ് പറയുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ച് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. നമ്മളിപ്പോ ഒരു ജ്ഞാനിയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു, ഇനി വരാൻ പോണത് എന്താണെന്നൊക്കെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പൂർവ ജന്മത്തിലെ കുറിച്ചുള്ള അറിവ്, കഴിഞ്ഞുപോയ ജന്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ അതിനുള്ള സാധനാക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അതൊക്കെ നമ്മൾ നേരായ രീതിയിൽ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും കഴിഞ്ഞ ജന്മം എന്തായിരുന്നു നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ ഈ ഒരു ജ്ഞാനം നേടാൻ, ഈ ഒരു അറിവ് നേടാൻ സാക്ഷാത്കാരമൊന്നും വേണമെന്നില്ല എന്നാണ്. ആത്മസാക്ഷാത്കാരം നേടേണ്ട ആവശ്യമില്ല. കാരണം അതിനുള്ള സാധനാക്രമങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അത് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അത് വലിയ അത്ഭുതമില്ല എന്ന് പറയാണ്. ആർക്കും മനസ്സിലാക്കാവുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള സാധനാക്രമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും, ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു. തിരക്കിടില്ല, അതൊന്നും അറിഞ്ഞാൽ തിരക്കിടില്ല സാറേ എന്ന് തോന്നിയില്ലേ ഇപ്പൊ മനസ്സിൽ? എന്ത് സാധന ചെയ്താലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അല്ല? അങ്ങനെ ഒരു സംശയം നമ്മളുടെ ഉള്ളിൽ വരും. അപ്പോ ഞാൻ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് മുമ്പ് അത്ര അഭ്യാസങ്ങളിലൂടെ ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാൻ സർവജ്ഞനാണ്. അപ്പോ ജ്ഞാനിക്ക് ഈ ദിവ്യമായ കഴിവുണ്ടാവുമെന്നാണ് പറയുന്നത്. ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ, ജ്ഞാനിയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ഒരു ദിവ്യമായ ഒരു കഴിവ് തന്നെ ഉണ്ടാവും എന്നാണ്. താന്യഹം വേദ സർവാണി എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെ, എനിക്കെല്ലാം അറിയാം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഭഗവാൻ അവതാര പുരുഷനാണ്, അപ്പൊ അദ്ദേഹം സർവജ്ഞനാണ്, എനിക്കെല്ലാം അറിയാന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതിവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാം. അപ്പൊ അദ്ദേഹം സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. അപ്പൊ ഭഗവാന് മുജ്ജന്മങ്ങളെ കുറിച്ച് അറിയാം, ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളെ കുറിച്ച് അറിയാം എന്ന് മാത്രമല്ല, എന്താണ്, തന്റെ സ്വരൂപം എന്താണോ അതിന് യാതൊരു ദോഷവും സംഭവിക്കാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏത് രൂപവും സ്വീകരിക്കാം എന്നാണ്. ഒരു നടനെ പോലെ, അല്ലെ? നടന്മാരങ്ങനെയാണല്ലോ, ഓരോ കഥാപാത്രത്തിനനുസരിച്ച് അവര് വേഷം മാറും, ഓരോരോ രൂപം മാറും അവര്. അതേപോലെ തന്നെയാണ് ഭഗവാന് തന്റെ സ്വരൂപത്തിന് ഒരു കോട്ടം സംഭവിക്കും. ഒരു അഭിനേതാവ്, ഒരു നടൻ കഥാപാത്രമായിട്ട് എന്തൊക്കെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഈ നടൻ എന്ന ആൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല യഥാർത്ഥത്തിൽ, അല്ല? അദ്ദേഹത്തിന്റെ സ്വരൂപത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അതേപോലെ ഭഗവാന് വേണമെങ്കിലൊക്കെ എപ്പോ വേണമെങ്കിലും തന്റെ സ്വരൂപത്തിന് മാറ്റമൊന്നും സംഭവിക്കാതെ, അതിൽ യാതൊരു ദോഷവും വരുത്താതെ ഒരു നടനെ പോലെ തന്നെ ഏത് രൂപവും അംഗീകരിച്ച് ഈ പ്രപഞ്ചമാകുന്ന നാടകത്തിൽ, അല്ലെ, അഭിനയിക്കാൻ കഴിയും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതാണ്. ഇതൊക്കെ ഒരു നാടകമാണ് എന്നുള്ള സൂചനയാണ് അതിലൂടെ കൊടുക്കുന്നത്.
അപ്പൊ ഇവിടെ ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല. ഉള്ള വസ്തു തന്നെയാണ് രൂപം മാറി, നാമരൂപങ്ങൾ മാറിയിട്ട് പുതിയ പുതിയ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ പുതുതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നാണ് അതിലൂടെ സൂചിപ്പിച്ചതാണ്. അടുത്ത ശ്ലോകം നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പ്രദേശമിത്യസേസനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.